നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ചില വെർബുകളോടൊപ്പം ചേർക്കുന്ന പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. നോക്കാം. ഫ്രം, ആദ്യം ഫ്രം എന്നുള്ള വാക്ക് ഉണ്ടോ, ആബ്സെൻ്റ് എന്നുള്ള വെർബ്, അതിനോടൊപ്പം ഏതാണ് പ്രിപ്പോസിഷൻ? ഫ്രം ആണ്. ആബ്സെൻ്റ് ഫ്രം ഓർത്ത് വയ്ക്കുക. അബ്സ്റ്റെയിൻ ആണേലും ഫ്രം ആണ്. പ്രിവെൻ്റ് ആണേലോ ഫ്രം. കം ഫ്രം, റിക്വയർഡ് ഫ്രം, ഇങ്ങനെ ഒരു 5 വാക്കാണ് ഇന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് പഠിച്ചു വെക്കുക. ഇനി വേറെ കുറേ വാക്കുകളുണ്ട്, അത് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. അപ്പോൾ 5 വെച്ച് നമുക്ക് ഓരോന്നും പഠിക്കാം. അപ്പോൾ ഈ 5 ഓർത്ത് വയ്ക്കുക. ഫ്രം ചേർത്ത്. അബ്സ്റ്റെയിൻ ആണെങ്കിൽ ഫ്രം, ആബ്സെൻ്റ് ആണെങ്കിൽ ഫ്രം, പ്രിവെൻറ്റ് ഫ്രം, കം ഫ്രം, റിക്വയർഡ് ഫ്രം. അതുപോലെ ഇനി അടുത്തത് ബൈ ആണ്. അക്കമ്പനീഡ് ബൈ, ഡിസ്റ്റർബ്ഡ് ബൈ, അമ്യൂസ്ഡ് ബൈ, ബോർഡ് ബൈ, റീപ്ലേസ്ഡ് ബൈ. ഇങ്ങനെ അക്കമ്പനിയുടെ കഴിഞ്ഞ് ഡാഷ് ഇട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ഡാഷ്, അതിന് കറക്റ്റ് പ്രപ്പോസിഷൻ ചേർക്കാനാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഓർത്തിരുന്നാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, അല്ലെ തെറ്റിപ്പോവും, കൺഫ്യൂഷൻ ആവും. ബോർഡ് ബൈ, റീപ്ലേസ്ഡ് ബൈ, ഇങ്ങനെ ഇത് ഓർത്ത് വയ്ക്കുക. കാണാതെ ഒന്ന് പഠിച്ച് മനസ്സിൽ കരുതി വയ്ക്കുക. അടുത്ത വിത്ത് കൂട്ടിയാണ്. ഏതാണ്? ഡീൽ വിത്ത്. ഇതൊക്കെ എപ്പോഴും ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അക്വിൻറ്റഡ് വിത്ത് എന്നാണ്. ഗിഫ്റ്റഡ് വിത്ത്, പ്ലീസ്ഡ് വിത്ത്, സാറ്റിസ്ഫൈഡ് വിത്ത്. കേട്ടോ, ഈ 5 ഓർത്ത് വയ്ക്കുക. അടുത്ത ഓഫ്, ഷുവർ ഓഫ്, അവെയർ ഓഫ്, ഫോണ്ട് ഓഫ്, റിമൈൻഡ് ഓഫ്. ഓഫ് കൂട്ടി. ഇപ്പം നമ്മൾ എത്രയാണ്? ഇത് 5, ഇത് 5, ഇത് 5, ഇത് 4, അല്ലേ? 19 നമ്മളിപ്പം ഇതെന്ന് ഓർത്ത് വെച്ചാൽ പഠിച്ചു. ഇതുപോലെ ഇനി വേറെ കുറേ ഉണ്ട്, നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. ഒരുമിച്ച് പഠിച്ചാൽ നമ്മളെല്ലാം കൂടെ മറന്നു പോകും. അപ്പോൾ ഇത്രയും എണ്ണം. ഫ്രം കൂട്ടി ഏതൊക്കെ വാക്കുകളാണ്? ബൈ കൂട്ടി, വിത്ത് കൂട്ടി, ഓഫ് കൂട്ടി, ഷുവർ ഓഫ്, അവെയർ ഓഫ്, ഫോണ്ട് ഓഫ്, റിമൈൻഡ് ഓഫ്. ഇതുപോലെയുള്ള കുറേ പ്രിപ്പോസിഷൻസ് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.